إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പവിത്രമായ പരിശുദ്ധ ദീനനുസരിച്ചുള്ള ജീവിതം മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായി നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ആത്മീയ ജീവിതത്തിലൂടെ ആത്മസംസ്കരണം സാധ്യമാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷ നിറവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് നൽകിയ നിഅമത്തുകളിൽ വിലപ്പെട്ട പലതും നമ്മുടെ പൂർവസൂരികളിൽ ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും അതേപോലെ തന്നെ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിരോധത്തിനും വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന ഏടുകളിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടത് കാലത്തിൻ്റെ തേട്ടമാണ് എന്ന് മനസ്സിലാക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ വില, അതിൻ്റെ മൂല്യം അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ. സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണ് എന്ന് തിരിച്ചറിയാൻ വലിയ ഘാതങ്ങൾക്കപ്പുറമുള്ള ചരിത്രത്തിലേക്കൊന്നും പോകാതെ തന്നെ കാലികമായി കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ച ഫലസ്തീൻ വിഷയം, ഗസയുടെ അവസ്ഥ, ഫലസ്തീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്, ഒരു മണ്ണിന്, അവിടുത്തെ തദ്ദേശീയർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അധിനിവേശം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിനാശങ്ങളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. അതേപോലെ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൂർവസൂരികൾ ജാതിമത കക്ഷി ഭേദമന്യേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യമുള്ളവരാണ് നമ്മൾ.
പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പല വിഭാഗങ്ങളും അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നേതൃപരമായ പങ്ക് എന്ന് തന്നെ നമുക്ക് പറയാം ഇസ്ലാമിക ഉമ്മത്ത്, മുസ്ലിം പണ്ഡിതന്മാർ. ചരിത്രത്തിന്റെ ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും വലിയ നാമധേയങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. പക്ഷെ ഇന്ന് ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നതിൽ, ചരിത്രത്തെ വികലമായി ചിത്രീകരിക്കുന്നതിലൂടെ ഒരു വേള ബ്രിട്ടീഷ് അധിനിവേശം ഈ രാജ്യത്ത് കൊളോണിയൽ സിസ്റ്റം നടപ്പിലാക്കാൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന അവരുടെ കുതന്ത്രം നടപ്പാക്കിയതുപോലെയുള്ള ചില നടപ്പാക്കലുകൾ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ദളിതുകൾ, ന്യൂനപക്ഷങ്ങൾ, അതിൽ ഇസ്ലാമിക സമൂഹം. പതിതരായി കഴിയേണ്ടവരല്ല നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാകണം ആദ്യമേ. ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയും ആഘോഷവും ഒക്കെ അഭിമാനത്തോടുകൂടി ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഇസ്ലാമിക സമൂഹം. കാരണം ഈ രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം അതാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യവും അറബ് സമൂഹവും അഥവാ ഇസ്ലാമും നമ്മുടെ രാജ്യവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. കാരണം അറബ് ലോകത്തുനിന്ന് കച്ചവടക്കാര് പ്രാചീന കാലത്ത് തന്നെ ഇവിടെ വന്നിരുന്നു എന്നത് ചരിത്രമാണ്. വളരെ മാന്യമായ രൂപത്തിൽ. അവർക്ക് സാമ്രാജ്യത്വ അജണ്ടകളൊന്നുമില്ല, കൊളോണിയൽ സിസ്റ്റം ഒന്നുമില്ല. കച്ചവടം ചെയ്യുക, നാട്ട് രാജാക്കന്മാരുമായി സഹകരിച്ച് അവർ കച്ചവടം ചെയ്തു ഈ രാജ്യത്തിന്റെ നന്മയിൽ ഭാഗവാക്കാകുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കടലിന് പോലും നമ്മൾ അറബിക്കടൽ എന്നാണ് വിളിക്കാറുള്ളത്. മാത്രവുമല്ല, അറബ് സംസ്കാരം ഇസ്ലാമിക സംസ്കാരമായതുകൊണ്ട് തന്നെ ആ കൊണ്ടുകൊടുക്കലിലൂടെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, നന്മയാർന്ന കാഴ്ചകളിലൂടെ പല ആളുകളും ആകർഷരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. എന്നാൽ അതിനുശേഷം 1700-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ 7 നൂറ്റാണ്ടോളം 700 വർഷത്തോളം മുസ്ലിം രാജവംശങ്ങളായിരുന്നു. അതിൽ പല വിഭാഗങ്ങളുമുണ്ട്. അടിവംശം, ഗിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി, മുഗൾ വംശങ്ങളടക്കം. അപ്പൊ 700 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്നത് വ്യത്യസ്ത മുസ്ലിം രാജവംശങ്ങളായിരുന്നു എങ്കിൽ അന്നൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പുതിയ ഭാഷയിൽ പറയാം. എന്നാൽ ബ്രിട്ടീഷ് അധിനിവേശം വരികയാണ്. 1757 പ്ലാസി യുദ്ധം. അപ്പോൾ 1-ാം നൂറ്റാണ്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇവിടെ നിന്ന് ചെറുത്തുനിൽപ്പുകളും അതേപോലെ തന്നെ പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവുകയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ വരവ് ബിസിനസ് മാത്രമല്ല, അവർ നാട്ടുരാജ്യങ്ങളെ വശീകരിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ച് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് നമ്മെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1857 എത്തിയപ്പോഴേക്ക് 1-ാം സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം. 1-ാം സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന് അതിന് നേതൃപരമായ പങ്ക് വഹിച്ചത് മുഗൾ സാമ്രാജ്യത്വത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ ആയിരുന്നു. ബഹദൂർ ഷാ സഫർ. അപ്പൊ ഈ 7-8 നൂറ്റാണ്ട് വളരെ നല്ല രൂപത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ഇവിടുത്തെ GDP അന്നത്തെ കണക്കനുസരിച്ച് 25% ആഭ്യന്തര ഉൽപാദനം ഉണ്ടായിരുന്നു എന്നാണ്. ഈ രാജ്യത്തെ ഊറ്റിക്കുടിച്ച് ബ്രിട്ടീഷ് അധിനിവേശം അവര് ഈ നാട് വിടുന്ന സമയത്ത് 25% GDP അവർ 4% താഴെയാക്കിയതാണ്. താജ്മഹൽ ഒന്നടങ്കം പൊളിച്ചു കൊണ്ടുപോകാൻ ഷിപ്പിംഗ് ചാർജ് കൂടുതലായതുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന ചരിത്രം. എന്നാലും അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പതിപ്പിക്കപ്പെട്ട മുത്തുകളടക്കം പറിച്ചെടുത്ത് അവർ കൊണ്ടുപോയി, ഒന്നുമല്ലാതാക്കി. അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. അപ്പൊ അതിനിടക്ക് അതിന്റെ നാളുവഴികളിൽ മുസ്ലിം പണ്ഡിതന്മാർ വഹിച്ച പങ്ക്, മുസ്ലിം ഭരണാധികാരികൾ വഹിച്ച പങ്ക്, അവസാനത്തെ ഭരണാധികാരി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫർ 1857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തുകയാണ്. ബർമ്മയിലേക്കാണ് നാട് കടത്തുന്നത്. ബർമ്മയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ രാജ്യത്ത് നിന്ന് അല്പം മണ്ണ് കവറിലാക്കിയെടുത്തു എന്നും ചരിത്രം. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യ ലബ്ധിയോടെ ഈ രാജ്യത്തേക്ക് മടങ്ങാനുള്ള ആയുസ് എനിക്ക് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ
ബർമ്മയിൽ വെച്ച് ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ മാതൃരാജ്യത്തിന്റെ മണ്ണ് നിങ്ങൾ എൻ്റെ ഖബറിലേക്ക് ഇടണം എന്ന വസിയത്ത് ബഹദൂർ ഷാ സഫർ നൽകിയിരുന്നു. ഈ മണ്ണിന്റെ മക്കളെയാണ് ഇന്ന് ആസാമിലും ബീഹാറിലും ഉത്തരേന്ത്യയിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. 65 ലക്ഷം ജനവിഭാഗത്തെ, അതിൽ മിക്കതും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുക പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ 1857 ബഹദൂർ ഷാ സഫറിന്റെ ചരിത്രം ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ ചരിത്രത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പേരുകളിലൊക്കെ മുജാഹിദീൻ മൂവ്മെന്റ് അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്തണതാണ്. ജിഹാദ് അതിനുവേണ്ടി മുജാഹിദീൻ മൂവ്മെന്റ് 1984 അഹമ്മദ് ഷഹീദാണ് അതിന് നേതൃത്വം കൊടുത്തത്. പിന്നെ അഷ്ഫാഖുല്ലാ ഖാൻ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ലോകം കണ്ട ഇന്ത്യ സംഭാവന ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ദാറുൽ ഹർബാണ് എന്നാ പറഞ്ഞത്. അഥവാ ഇന്ത്യയിലുള്ള തദ്ദേശീയരായ മുസ്ലിമീങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുക എന്നത് മതപരമായ ബാധ്യതയാണ് എന്ന ഫത്വ കൊടുക്കുകയാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. അഹമ്മദ് ഷാ അദ്ദേഹം ഫത്വ ഇറക്കുകയാണ് ജിഹാദിന് വേണ്ടി. അപ്പൊ ഇന്ന് ജിഹാദൊക്കെ ഏതൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണ് ദുരുപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ അറിയാവുന്നതാണ്. എങ്കിൽ ജിഹാദ് നടന്നിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ മഹ്ദൂമീൻ ഒന്നാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഗ്രന്ഥം രചിക്കുകയാണ്. തുഹ്ഫ സമ്മാനം, ഗിഫ്റ്റ്. അൽ മുജാഹിദീൻ ധർമ്മസമര പോരാളികൾക്കുള്ള സമ്മാനം. എന്താണ് ആ പുസ്തകം രചിക്കുവാനുള്ള അതിന്റെ ഇതിവൃത്തവും കാലയളവും സാഹചര്യവും എന്താ? അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിക ഉമ്മത്തിനെ സജ്ജമാക്കുകയാണ്. മൊയ്ദ് മൗലവി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പ്രഭാഷണം നടത്തിയിരുന്നു എന്ന് കേരളീയ ചരിത്രം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കേരളത്തിന്റെ വീരപുത്രൻ, അല്ലമീൻ എന്ന് പറയുന്ന പത്രം, അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ രചനകള്, അങ്ങനെ തുടങ്ങി കേരളത്തിലായിരുന്നാലും ഓൾ ഇന്ത്യ തലത്തിലായിരുന്നാലും മുസ്ലിം നാമങ്ങൾ. അതിൽ മൊയ്ദ് മൗലവി ഖുത്ബക്ക് ശേഷം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഗാന്ധിജിയുടെ കൂടെ ഖിലാഫത്തിന് വേണ്ടി അഥവാ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്ന് പറയാൻ. അലി സഹോദരന്മാരും ആബിദ ബീഗത്തിന്റെ 2 മക്കളാണ്. ബിയുമ്മ എന്ന പേരിൽ അറിയപ്പെട്ട ഉമ്മയുടെ 2 മക്കൾ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മീറ്റിംഗ് കൂടിക്കൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരെയാണ് നമ്മൾ അയക്കുക എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് അലി ജൗഹറിന്റെ പേരാ വന്നത്. മുഹമ്മദ് അലി ജൗഹറിനെയാണ് ഇംഗ്ലണ്ടിലേക്ക് അയക്കും. ജോർജ് 2 കാലം അവിടെ എത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. മുഹമ്മദ് അലി ജൗഹറിന്റെ സമയത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 32 മിനിറ്റ് അനുവദിക്കണമെന്ന്. 32 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന്. 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അവസാനം 5 മിനിറ്റ് എങ്ങാനും അനുവദിച്ചു എന്നാണ്. അതിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ രാജ്യത്തെ സംബന്ധിച്ചുമൊക്കെ മൗലാന മുഹമ്മദ് അലി സംസാരിച്ചു. ആ സംസാരത്തിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോഫറ്റിക് സെയിങ്സ്, പ്രവാചകന്റെ ചില ഹദീസുകൾ ഉദ്ധരിച്ചപ്പോ ജോർജ് 2 സ്റ്റോപ്പ് ദേർ, ഡോണ്ട് മെൻഷൻ ഹിയർ യുവർ പ്രോഫറ്റ് മുഹമ്മദ്. നിന്റെ പ്രവാചകനെ കുറിച്ച് സംസാരിക്കേണ്ട സ്ഥലമല്ല ഇത് എന്ന് ജോർജ് 2 മുഹമ്മദ് അലി ജൗഹറിനോട് പറഞ്ഞപ്പോ, താങ്കൾ എന്റെ മതത്തെക്കുറിച്ചും പ്രവാചകനെ കുറിച്ചുമാണോ പറയുന്നത് എങ്കിൽ ഇഫ് യു ആസ്ക് മൈ റിലീജിയൻ, താങ്കൾ എന്റെ ദീനിനെ കുറിച്ച് മതത്തെക്കുറിച്ച് ചോദിക്കുന്നു എങ്കിൽ ഞാൻ ഫസ്റ്റ്ലി ആൻഡ് സെക്കൻഡ്ലി ആൻഡ് ഫൈനലി ഐ ആം എ മുസ്ലിം. 1, 2, 3 തവണ എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. ഇഫ് യു ആസ്ക് മൈ നേഷൻ, എന്റെ രാജ്യത്തെ കുറിച്ചാണ് നീ ചോദിക്കുന്നത് എങ്കിൽ ഫസ്റ്റ്ലി ആൻഡ് സെക്കൻഡ്ലി ആൻഡ് ഫൈനലി ഐ ആം അൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന്. ആബിദ ബീഗം അങ്ങനെയാണ് ആ മക്കളെ വളർത്തിയിട്ടുള്ളത്. സ്വത്വബോധം നഷ്ടപ്പെടുത്താതെയാണ് അവർ ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതക്കും അതേപോലെ തന്നെ ബ്രിട്ടീഷ് അധിനിവേശത്തിനുമെതിരെ പടപൊരുതിയിട്ടുള്ളത് എന്നാണ് ചരിത്രം. എവിടെയും അവർ പണയപ്പെടുത്തിയിട്ടില്ല. അവസാനം സ്വാതന്ത്ര്യത്തിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ആയില്ല, നൽകുന്ന മുറയും അവിടെ നിൽക്ക് ഉണ്ടായില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ 6 അടി മണ്ണെങ്കിലും നൽകണമെന്ന്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അതിന്റെ സമര പോരാട്ടത്തിൽ ഒരുപാട് ത്യാഗം സഹിക്കുന്നതിനിടക്കാണ് മുഹമ്മദ് അലി ജൗഹർ അവിടെ എത്തിയത്. അർബുദം ബാധിച്ചിട്ടുണ്ട്, സംസാരത്തിനിടക്ക് ചോര തുപ്പി എന്നാണ്. മരണശയ്യയിലേക്ക് പോയി. ഞാൻ മരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം വസിയത്ത് പറഞ്ഞു, എന്നെ ഇന്ത്യയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച മണ്ണിലേക്കായിരിക്കണം എന്നെ കൊണ്ടുപോകേണ്ടതും മറമാടേണ്ടതും എന്നാ പറഞ്ഞത്. അതല്ല, സ്വാതന്ത്ര്യം ഇവർ നൽകിയിട്ടില്ല, ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു അടിമ മണ്ണിൽ എന്റെ മയ്യത്ത് കബറടക്കം ചെയ്യരുത്. എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഫലസ്തീനിലെ ജെറൂസലേമിലേക്കാണ്. മുഹമ്മദ് അലി ജൗഹറിന്റെ മയ്യത്ത് അങ്ങ് ഫലസ്തീനിലാണ്.
പലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദിസിന്റെ സമീപത്താണ് മുഹമ്മദ് അലി ജൗഹറിന്റെ. ഇങ്ങനെ എത്ര ചരിത്രം ഇവരൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, യൂട്യൂബുകളിൽ അതല്ലെങ്കിൽ ലേഖനങ്ങളിൽ, സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ പരാമർശിക്കപ്പെടുന്ന പേരുകളിൽ ഏതൊക്കെയാ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഒക്കെ. മൗലാന അബുൽ കലാം ആസാദ്, ആസാദിന്റെ പേര് പോലും വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ പേരിലെ സ്കോളർഷിപ്പ് ഇല്ലാതാക്കുക, UGCയും ഹയർ സ്റ്റഡീസും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ ദർശനാശാലിയാണ് അബുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കൂടെ ഇടംകൈയായി വലംകൈയായി ഉണ്ടായിരുന്ന അബുൽ കലാം ആസാദ്, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് തന്റെ രചനകൾ മുഴുവൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചത്, അദ്ദേഹത്തിന്റെ ആ മഷിയും ചെലവഴിക്കലും ത്യാഗവും, ഇസ്ലാമിക് ഡ്രസ് കോഡ്, ഇസ്ലാമിക് സ്വത്വം, അങ്ങനെയാ. ഒരിക്കലും ഗാന്ധിജിയോ നെഹ്റുവോ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ ദിനം കഴിഞ്ഞു, August 9, ക്വിറ്റ് ഇന്ത്യ, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. 1942 ബോംബെയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അബുൽ കലാം ആസാദ് ആയിരുന്നു. അന്ന് അബുൽ കലാം ആസാദ് AICCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അഥവാ ബ്രിട്ടീഷുകാർ ഈ നാട് വിടണം, രാജ്യം വിടണം എന്നാ പറഞ്ഞത്. ഇത്രയൊക്കെ സ്ഥാനങ്ങൾ, പദവികൾ, ത്യാഗങ്ങൾ സഹിച്ച പല പേരുകളും കാണാതെ പോകുന്ന സമയത്ത് തീർച്ചയായും ഓർക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. അത് ഓൾ ഇന്ത്യ തലത്തിലായിരുന്നാലും അതേപോലെ തന്നെ കേരളത്തിലായിരുന്നാലും. എത്രയോ ഇവിടെ അലി മുസ്ലിയാർ, വക്കം മൗലവി, KM മൗലവി, മൊയ്തു മൗലവി, വാരിയംകുന്നത്ത് മലയാള രാജ്യം സ്ഥാപിച്ചു എന്ന വാരിയംകുന്നത്തിന്റെ ഒക്കെ പേരിൽ പല ആളുകളും പലതും ആരോപിക്കുന്നുണ്ട്, അല്ലേ? അത് നാഷണൽ ലെവലിൽ ആരോപണമുണ്ട്. ഇവിടെയും മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, വാരിയംകുന്നത്ത് മതതീവ്രവാദിയാണ് എന്നൊക്കെ പറയാം. മില്ലർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒരിക്കലും സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ കമ്പൽ ചെയ്യരുത്, അവർ ആഗ്രഹിക്കാതെ എന്ന് വാരിയംകുന്നത്ത് അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് നോൺ മുസ്ലിം ചരിത്രകാരൻ, എഴുത്തുകാരൻ രേഖപ്പെടുത്തുകയാണ്. അതല്ലെങ്കിലും എന്നെ തുറന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും, 700 വർഷം നമ്മുടെ രാജ്യം ഭരിച്ചത് മുസ്ലിം നാമധാരികളായ ഭരണാധികാരികളായിരുന്നു എങ്കിൽ 80% ഇന്നും സഹോദര സമുദായത്തിന്റെ അംഗബലം എന്ന് പറയുന്നത്. ഒരു ലവ് ജിഹാദും, അല്ലെ, അത്തരത്തിലൊരു കമ്പലിങ്, നിർബന്ധ മതപരിവർത്തനവും ഇന്നലകളിൽ നടന്നിട്ടില്ല. കാരണം അത് ഇസ്ലാമിൽ ഭൂഷണമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന ആയത്തിന്റെ ബേസിക് പാലിച്ച ആളുകളാണ് ഇന്ത്യയിൽ ഭരിച്ചവരൊക്കെ. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യൻ ജനസംഖ്യ ഈ ഒരു ലെവലിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വാരിയംകുന്നത്ത്, മലപ്പുറത്ത് കോട്ടക്കുന്നില് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് നിനക്ക് പുണ്യഭൂമിയായ മക്കയിലേക്ക് പോകുകയാണെങ്കിൽ നീ സ്വാതന്ത്ര്യ സമര വീതിയിൽ നിന്ന് എന്ത് ചെയ്യണം, സമര പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയാം. പറ്റൂല എന്ന് പറയാം, എങ്കിലും തിരിഞ്ഞു നിൽക്കാൻ പറയാം, വെടിവെക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വാരിയംകുന്നത്ത് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ പിന്നിൽ നിന്ന് വെടിവെച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടി രക്ഷപ്പെടുന്നതിനിടക്ക് വെടിയേറ്റ് മരിച്ചു എന്നായിരിക്കും വായിക്കപ്പെടുക. ഞാനത് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് തന്നെ വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞ വാരിയംകുന്നത്ത്. ഇങ്ങനെ ഒരുപാട് നാമങ്ങൾ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. ഇങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധി ഉണ്ടായത്. പല വായനകളും വരികൾക്കിടക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും ഇസ്ലാമിക ഉമ്മത്ത് ഇന്ത്യൻ മണ്ണിൽ നിർവഹിച്ച ഭാഗതയം തിരിച്ചറിഞ്ഞുകൊണ്ട് 1947 August 15 ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ യൂണിയൻ ജാക്ക് പതാക താഴ്ത്തിക്കെട്ടി ഈ രാജ്യത്തിന്റെ ത്രിവർണ പതാക പാറിക്കളിച്ച് ഇന്ന് 2025 August 15 എത്തി നിൽക്കുമ്പോൾ, 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ മുന്നിൽ അഭിമാനത്തോടുകൂടി യാതൊരു ചൂളലുമില്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണ്. രാജ്യത്തിന്റെ നിലവിലെ പരിതസ്ഥിതി എന്തായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ തന്നെ ഈ മണ്ണിന്റെ നന്മക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നിലയുറപ്പിക്കേണ്ട ബാധ്യത തീർച്ചയായും നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിന 8-ാം സൂക്തം, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളുമായി പോരടിക്കാത്തവർക്ക് വേണ്ടി, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോടും, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം,
അവരുമായിട്ട് പുണ്യവും നന്മയുമൊക്കെ പ്രവർത്തിച്ച് സഹകരിച്ച് സഹവർത്തനത്തോടെ നിങ്ങൾ സാഹോദര്യം ഊട്ടിയുറപ്പിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതി പാലിക്കുക എന്നതിന് അള്ളാഹു നിങ്ങളെ വിലക്കേർപ്പെടുത്തുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിസ്ത്, ഓരോന്നിനും അതിൻ്റെതായ നീതി ധർമ്മ നിർവഹണം നിർവഹിക്കുന്നതിനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ. അപ്പൊ തീർച്ചയായും ആരാണ് ഈ രാജ്യത്തിന്റെ മിത്രങ്ങൾ, ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ, അഖണ്ഡത നശിപ്പിക്കുന്നത്, ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? മഹാഭൂരിപക്ഷം വരുന്നവരും ഈ രാജ്യത്തിന്റെ നന്മയും അഖണ്ഡതയും ആഗ്രഹിക്കുകയാണ്, അതിന് ശക്തി പകരുകയാണ്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അതിജീവനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നവർക്ക് ശക്തി, ഊർജം കൊടുക്കേണ്ട, ഐക്യദാർഢ്യം കൊടുക്കേണ്ട സമയം കൂടിയാണിത്. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ബെസ്റ്റ് തന്നെ ആണ് ഒരു ഇന്ത്യൻ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം, റിഗാർഡ്ലെസ് ദർ റീജൻ ഓർ റിലീജൻ ഓർ കളർ, നിറമേതാകട്ടെ, നാടേതാകട്ടെ, വിഭാഗമേതാകട്ടെ, മതമേതാകട്ടെ, വംശമേതാകട്ടെ, സ്റ്റേറ്റ് ഏതാകട്ടെ, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ബെസ്റ്റ്. പാശ്ചാത്യരും പൗരസ്ത്യരുമാകട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക് ബെസ്റ്റ്. അതിന് ഉന്നതമായൊരു ഭരണഘടനയുണ്ട്, ചരിത്ര പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ലോകത്തിന് മുമ്പിൽ അത്ഭുതമായിട്ട് ഈ രാജ്യത്തിന്റെ വൈവിധ്യം നിലകൊള്ളുകയാണ്. ആ വൈവിധ്യം അടയാളപ്പെടുത്തുന്നിടത്ത് തീർച്ചയായിട്ടും വിദേശ ലോകത്തു നിന്നൊക്കെ ആരെങ്കിലും ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഇന്നും അവർ കാണാൻ ആഗ്രഹിക്കുന്ന ചെങ്കോട്ടയാകട്ടെ, താജ്മഹലാകട്ടെ, ചാർമിനാർ ആകട്ടെ, കുത്തുബ് മിനാർ ആകട്ടെ, ആഗ്ര കോട്ടയാകട്ടെ, ഇതൊക്കെ ആരാണ് നിർമ്മിച്ചത് എന്നും അതിന്റെ പിന്നണികളിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമൊക്കെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അവ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, നാഷണൽ ഇന്റഗ്രിറ്റി നമ്മുടെ മുമ്പിലുണ്ട്, ഭരണഘടന നമ്മുടെ മുമ്പിലുണ്ട്, സെക്യുലറിസം, മതേതരത്വം ഇന്ത്യൻ ഡെഫിനിഷൻ അനുസരിച്ച് പാലിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. പ്രതീക്ഷയോടെ ആയിരിക്കണം മുന്നോട്ട് പോക്ക്. ആസാമിലും ഉത്തരേന്ത്യയിലും അതേപോലെ തന്നെ ബീഹാറിലും അതുപോലെയുള്ള മറ്റ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതിൽ സബലരായി തീരാതെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും തീർച്ചയായും ഇസ്ലാമിക ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് നമ്മുടെ ഏതൊക്കെ ഇഷ്ടം നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ വലിയ ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രതയും തഖ്വയും കൈമുതലാക്കി മരിക്കുന്നത് വരെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്മാർഗ സ്ഥിരതക്ക് നമുക്ക് അറിവും അവബോധവും അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. ഗസയിൽ നിന്ന് ഒരാഴ്ചയായി ഒരു വസിയത്ത് വന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസം മുമ്പാണ് ഗസയിലെ അൽ ഷിഫ ഹോസ്പിറ്റലിനടുത്ത് മാധ്യമപ്രവർത്തകർ താമസിച്ചിരുന്ന ടെന്റിലേക്ക് ബോധപൂർവം സയനിസ്റ്റ് സൈന്യം വന്ന് ആ മാധ്യമപ്രവർത്തകരെ യാതൊരു സങ്കോചവുമില്ലാതെ വെടിവെച്ച് വീഴ്ത്തിയത്. 6 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അതിൽ 5 അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരായിരുന്നു. അതിൽ 28 വയസ്സുള്ള അനസ് ഷരീഫ്, അദ്ദേഹം അതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് വസിയത്ത് അറബിയിൽ എഴുതി വെച്ചിരുന്നു. ആ വസിയത്ത് ഇന്ന് വിവിധ ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ ആ വസിയത്ത് വായിക്കുക എന്നത് അനിവാര്യതയാണ് എന്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് അവരോട് നിരന്തരമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കും. ജീവൻ പോലും ത്യജിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 10 മിനിറ്റെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ ഗസ ഫലസ്തീൻ വിഷയത്തിൽ നീതി പുലർത്തുന്നതിന്റെ നിലപാടിലേക്ക് എത്തിച്ചേരുമോ എന്ന ആശങ്കയാണ് നിരന്തരമായി ആ ഭാഗം എടുത്തുദ്ധരിക്കാൻ മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഫ് യു ഫീൽ ഇൻ യുവർ ബോഡി, നിന്റെ ശരീരത്തിൽ നിനക്ക് പെയിൻ, വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നീ മനസ്സിലാക്കുക നീ ജീവിച്ചിരിക്കുന്നു എന്ന്. നിന്റെ ശരീരത്തിൽ നിനക്ക് വേദന ഉണ്ട് എങ്കിൽ നീ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണത്. ബട്ട് ഇഫ് യു റിയലൈസ് ദ പെയിൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നു എങ്കിൽ നീ അന്നു മുതൽ മനസ്സിലാക്കണം, നൗ യു ആർ എ ഹ്യൂമൻ, നീ ഒരു മനുഷ്യനായിട്ടുണ്ട് എന്നാണ്.
അപ്പോൾ സ്വന്തം വേദന ശരീരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവരുടെ വേദന അത് രാജ്യത്തിനകത്തുള്ളതായിരുന്നാലും പുറത്തുള്ളവരായിരുന്നാലും ഇർഹമു മൻഫിൽ അർള് യർഹമുക്കും മൻഫിസ് സമാ എന്നാണ്. അപ്പൊ വേദന മറ്റുള്ളവരുടേത്, അവരന്റെ വേദന തിരിച്ചറിയുമ്പോൾ ഞാൻ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും അവരവരോട് ആത്മഭാഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. വക്കം ഖാദർ സ്വാതന്ത്ര്യ സമര സേനാനിയ. അദ്ദേഹം പിതാവിനയച്ച തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കത്തുണ്ട്. സമയം ലഭിക്കുമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വക്കം ഖാദറിന്റെ പിതാവിനയച്ച കത്ത് ഒന്ന് വായിക്കണം. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്ത്, ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു അയച്ച കത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പല കത്തുകളും വസീയത്തും ഇങ്ങനെ ലോകത്ത് പല ആളുകളാൽ വിരചിതമായി എഴുതപ്പെട്ടത് പലപ്പോഴും നമ്മുടെ മനോമുകുരങ്ങളെ, നമ്മുടെ ചിന്തയെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും അനസ ഷെരീഫ് 28 വയസ്സ് മാത്രം പ്രായമുള്ള അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക സമൂഹത്തിന് വസീയത്ത് നൽകുകയാണ്. ഇതെന്റെ വസീയത്തും, അദ്ദേഹം പറയും, ഇതെന്റെ വസീയത്തും അവസാന സന്ദേശവുമാണ്. അതിന്റെ അറബിയുടെ മലയാളം ട്രാൻസ്ലേഷൻ: ഈ വാക്കുകൾ നിങ്ങളിൽ എത്തിയെങ്കിൽ എന്നെ കൊലപ്പെടുത്തുന്നതിലും ഈ ശബ്ദം നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 1.5 വർഷത്തിലേറെയായി നമ്മുടെ ജനത നേരിടുന്ന കൂട്ടക്കൊല തടയാൻ ഒന്നും ചെയ്യാത്തവർ, നിശബ്ദത പാലിച്ചവർ, ഞങ്ങളുടെ കൊലപാതകങ്ങളെ ശരിവെച്ചവർ, ഞങ്ങളെ ശ്വാസം മുട്ടിച്ചവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളുടെയും ചിതറിക്കിടക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ട് മനസ്സിളകാത്തവർ എന്നിവർക്കെതിരെ പ്രപഞ്ചനാഥൻ സാക്ഷി. ഈ മിമ്പറും ഈ മസ്ജിദും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ അനുകൂലമായി സാക്ഷി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയില് നമ്മൾ പരാമർശിച്ചു, ഈജിപ്തിലെ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽ അഖീരി കുപ്പിയിലാക്കിയിട്ട് ചെറുപയറും ഭക്ഷണവും മൂടിയിട്ട് കടലിലേക്ക് ഒഴുക്കി വിട്ടു എന്ന്. 3-ാമത്തെ ദിവസം ആ കുപ്പി 10 ബോട്ടിൽ കിട്ടിയെന്ന് ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആ കുപ്പിക്കകത്ത് എഴുതിയിട്ടുള്ള ആ പേജിൽ നിന്ന് ലഭിച്ച സാറ അൽ അഖീരിയുടെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങളും അവിടുത്തെ മനുഷ്യ സ്നേഹികളും കടലിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി എറിഞ്ഞ കുപ്പികളിൽ നിന്ന് 10 കുപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് ആ എഴുതിയിട്ടുള്ള ആ കഷ്ണമെടുത്ത്, പേപ്പർ കഷ്ണമെടുത്ത് 2 കുട്ടികൾ ഉമ്മ വെച്ച് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായി പരലോകത്ത് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന്. അപ്പൊ നമ്മൾക്കും വേണ്ടി സാക്ഷ്യം വഹിക്കപ്പെടണം പാവപ്പെട്ട പീഡിത ഫലസ്തീൻ ജനത. അദ്ദേഹം തുടരുകയാണ്, ഇവിടുത്തെ ജനങ്ങളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അനസ ഷെരീഫ് പറയാ, അദ്ദേഹം മരിച്ചു പിരിഞ്ഞു, വസിയത്ത് എഴുതി വെച്ചതാ. ഇവിടുത്തെ ജനങ്ങളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവിടത്തെ നിഷ്കളങ്ക ബാല്യങ്ങൾക്ക് സ്വപ്നം കാണാനോ സുരക്ഷയിലും സമാധാനത്തിലും ജീവിക്കാനോ ഒരിക്കലും അവസരമുണ്ടായിട്ടില്ല. 1000കണക്കിന് ടൺ ഭാരം വരുന്ന ബോംബുകൾക്കും മിസൈലുകൾക്കും ഇടയിൽ ചതഞ്ഞരഞ്ഞ അവരുടെ നിർമ്മല ദേഹങ്ങൾ മതിലുകൾക്കിരുപുറങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. നിങ്ങളെ നിശബ്ദമാക്കാൻ ചങ്ങലകളെയോ നിങ്ങളെ നിയന്ത്രിക്കുന്ന അതിർത്തികളെയോ അനുവദിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപഹരിക്കപ്പെട്ട നമ്മുടെ മാതൃരാജ്യത്തിന് മുകളിൽ അന്തസ്സിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സൂര്യോദയം സാധ്യമാകും വരെ നാടിന്റെയും ജനതയുടെയും വിമോചനത്തിലേക്കുള്ള പാലങ്ങളാവുക നിങ്ങൾ. അനസ ഷെരീഫ് പറയാ, വെറുതെ അങ്ങനെ പറഞ്ഞു പോകില്ല, ജീവൻ അങ്ങ് ത്യജിച്ചു പോകുക. അതിനാ 1-ാം ഖുത്ബയില് ഈ രാജ്യത്തിന്റെ ത്യജിക്കലിനെ കുറിച്ച് ഏതാനും ചില ചിന്തകളായി പറഞ്ഞു തന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സാക്ഷിയുള്ള കണ്ണിൽ ഈറനുണ്ട് എങ്കിൽ, ഹൃദയം മരവിച്ചിട്ടില്ല എങ്കിൽ കരഞ്ഞു പോകുന്ന വാചകങ്ങൾ: എന്റെ കുടുംബത്തെ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. എന്റെ കണ്ണിന്റെ വെളിച്ചമായ പൊന്നുമോൾ ഷാമിൻ ഞാൻ സ്വപ്നം കണ്ടതുപോലെ വളർന്നു വലുതാവുന്നത് കാണാൻ എനിക്കായില്ല. പ്രിയമകൻ സലാഹ് കരുത്തോടെ വളർന്നു വലുതായി. ഞാൻ ഏറ്റെടുത്ത ദൗത്യങ്ങൾ മുന്നോട്ട് പോകുന്ന വിധം അവന് മാർഗം തെളിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ അനുഗ്രഹീത പ്രാർത്ഥനകളാണ് എന്നെ ഈ പദവിയിലേക്ക് എത്തിച്ചത്. അവരുടെ പ്രാർത്ഥനകൾ എനിക്ക് കോട്ടയായിരുന്നു. അവർ പകർന്ന വെളിച്ചം എനിക്ക് വഴി കാണിച്ചു. അള്ളാഹു അവർക്ക് കരുത്ത് പകരുകയും എന്റെ പേരിൽ അതിവിശിഷ്ടമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ജീവനാന്ത പങ്കാളിയായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മ സലാഹ് ബയാൻ, എന്റെ പ്രിയതമയെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. യുദ്ധം ഞങ്ങളെ മാസങ്ങളോളം വേർപിരിച്ചു. എന്നിട്ടും അവൾ ക്ഷമയോടെ എല്ലാം പടച്ചറബിൽ അർപ്പിച്ച് ഒലീവ് മരം പോലെ സൂറത്തു തീൻ നിങ്ങൾ വായിക്കുമ്പോ അത്തിമരത്തെക്കുറിച്ചും ഒലീവിനെ കുറിച്ചും തഫ്സീർ പരതുന്ന സമയത്ത് ഒലീവ് ബിലോങ്സ് ടു ഫലസ്തീൻ, ഒലീവ് എന്ന് പറയുന്നത് ഒലീവിന്റെ മണ്ണ് ഫലസ്തീനാണ്. അതാണ് 1974
യാസിർ അറഫാത്ത് ഒരു കയ്യിൽ ഒലീവും മറു കയ്യിൽ AK-47 പറഞ്ഞത്, നിങ്ങൾ ഈ ഒലീവിന്റെ സമാധാനത്തിന്റെ ഇലകൾ താഴെ വീഴാതെ സൂക്ഷിക്കണേ എന്ന് രാജ്യത്തുള്ള വിവിധ ഭരണാധികാരികളോട് പറഞ്ഞില്ലേ? 50 വർഷമായിട്ടും ആരും അത് വേണ്ട രൂപത്തിൽ പ്രതികരിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എന്റെ ഭാര്യയെ, എന്റെ ഇണയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ അഭാവത്തിൽ അവളുടെ എല്ലാ ശക്തിയും വിശ്വാസവും ഉപയോഗിച്ച് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റണം. സർവശക്തനായ പടച്ച തമ്പുരാന് ശേഷം അവർക്ക് പിന്തുണയായി ഒപ്പം നിൽക്കാൻ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും അത്. ദൈവവിധിയിൽ ഞാൻ തൃപ്തനായി റബ്ബിനെ കാണാനാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് ഏറ്റവും വിശിഷ്ടവും എന്നെന്നും നിലനിൽക്കുന്നതുമാണെന്ന ഉറപ്പോടെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്നും അദ്ദേഹം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇതാണ്. അവിടുത്തെ ഓരോരുത്തരുടെയും വസിയത്ത് എന്ന് പറയുന്നത് അവർ നമ്മെ ഏൽപ്പിക്കുകയാണ്, ഇസ്ലാമിക ഭരണാധികാരികളെ ഏൽപ്പിക്കുകയാണ്, പ്രതീക്ഷ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അവരെ കൂടെ ഉണ്ടാകും. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ആസൂത്രണവും നീക്കിക്കഴിഞ്ഞാൽ അതിലും സൈനിസം അടിയറവ് പറയാതിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും സംരക്ഷണവും അവർക്ക് തീർച്ചയായും വന്നെത്തും. പക്ഷേ ചെയ്യേണ്ടവർ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്നിടത്താണ് ഡ്യൂറേഷൻ അങ്ങനെ നീണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിജീവനം നൽകുമാറാകട്ടെ. കൊല്ലപ്പെട്ട 6 മാധ്യമ പ്രവർത്തകർക്കും മഗ്ഫിറത്തും ഷഹാദത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ഉറ്റുവീണ രക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മണ്ണിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയിലേക്കുള്ള വെളിച്ചമായി തീരുമാറാകട്ടെ. വഴിയടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പരപടപൊരുതിക്കൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ ആ ഭൂമിയിൽ ജന്മനാട് സ്വപ്നമാക്കിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ പ്രതീക്ഷ നൽകണമേ നാഥ. ആ മണ്ണിന്റെ ബൈത്തുൽ മഖ്ദസിന്റെ വിമോചനം നീ സാധ്യമാക്കണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടവർ അവരിലും ഞങ്ങളിലും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്യമങ്ങളെ നീ സഫലമാക്കി തരണമേ റബ്ബേ. രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം നൽകണമേ നാഥ. പഴങ്കാവിലെ റംല എന്ന സഹോദരിയുടെ പേരക്കുട്ടി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുമാറാകട്ടെ, ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, ചികിത്സ ഫലപ്രദമാക്കി തീർക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മരണവിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞിട്ടുള്ള കല്ലേരി ഹസീനയുടെ മരണം, അതേപോലെ തന്നെ കുഞ്ഞാവി ശുക്രുടിമുക്ക് പരേതയായ 2 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് അല്ലാഹു ബർസഖിയായവരുടെ ജീവിതം സ്വർഗീയ അനുഭൂതി ഉള്ളതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في غزة، اللهم أهلك ومزق، اللهم شتت من أهلكهم ومن مزقهم ومن شتتهم. اللهم كن نسيرا ومعينا ومؤيدا للمجاهدين في هذه المنطقة المظلومة. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.